മനസ്സിന്റെ അഗാധതകളിലേക്ക് സ്വാഗതം. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അത്ഭുതം നിങ്ങളുടെ ഉള്ളിലുണ്ട്. അത് മനസ്സിലാക്കാതെ നാം ജീവിക്കുന്നു. എന്നാൽ പുരാതന കാലം മുതൽ മനുഷ്യൻ അറിഞ്ഞിരുന്ന ഒരു സത്യമുണ്ട്. രോഗങ്ങൾക്ക് മരുന്നുകൾ കൊണ്ട് മാത്രമല്ല, മനസ്സിന്റെ ശക്തി കൊണ്ടും പരിഹാരമുണ്ട്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം, ഇതെന്ത് പുതിയ വാദമാണ്? എന്നാൽ ഇത് പുതിയതല്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിലെ എല്ലാ സംസ്കാരങ്ങളിലും ഇത് അറിയപ്പെട്ടിരുന്നു. മനുഷ്യന്റെ ശരീരത്തിനുള്ളിൽ ഒരു അദൃശ്യ ഊർജമുണ്ട്. അത് രോഗശാന്തി നൽകാൻ ശേഷിയുള്ളതാണ്. പുരാതന ഈജിപ്തിൽ, ഗ്രീസിൽ, ഇന്ത്യയിൽ, ചൈനയിൽ എല്ലായിടത്തും പുരോഹിതന്മാർ ഈ രഹസ്യം അറിഞ്ഞിരുന്നു. നിങ്ങളുടെ മനസ്സ് ഒരു ഭീമാകാരമായ ശക്തിയാണ്. അത് ബോധപൂർവം പ്രവർത്തിക്കുന്നു. ഉപബോധ മനസ്സും അതിനൊപ്പമുണ്ട്. നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നു. ഇത് വെറും സിദ്ധാന്തമല്ല. പുരാതന ഗ്രന്ഥങ്ങളിൽ ഇത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ആ യുഗങ്ങളിലേക്കൊന്ന് യാത്ര ചെയ്യാം. ക്രിസ്തുവിനു മുമ്പ് 500 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീസിലെ ക്ഷേത്രങ്ങളിൽ അത്ഭുതകരമായ രോഗശാന്തികൾ നടന്നിരുന്നു. രോഗികൾ ക്ഷേത്രത്തിലെത്തും. പുരോഹിതന്മാർ അവർക്ക് ഔഷധങ്ങൾ നൽകും. പിന്നീട് അവർ ഹിപ്നോട്ടിക് നിർദ്ദേശങ്ങൾ നൽകും. രോഗിയോട് പറയും, ഇന്ന് രാത്രി നിന്റെ സ്വപ്നത്തിൽ ദൈവം വരും, അവൻ നിന്നെ സുഖപ്പെടുത്തും. ഇത് കേട്ട് രോഗി ഉറങ്ങാൻ പോകും. പിറ്റേന്ന് രാവിലെ അത്ഭുതം! പലരും സുഖം പ്രാപിച്ചിരുന്നു. ഇതെങ്ങനെ സാധിച്ചു? വെറും വിശ്വാസം. അവരുടെ ഉപബോധ മനസ്സ് ആ നിർദ്ദേശം സ്വീകരിച്ചു. ശരീരത്തിനുള്ളിൽ രോഗശാന്തി പ്രക്രിയ ആരംഭിച്ചു. ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒന്നാണ്. പ്ലാസിബോ ഇഫക്റ്റ് എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്നത് ഇതുതന്നെ. എന്നാൽ പുരാതന കാലത്ത് ഇത് ദൈവികമായി കാണപ്പെട്ടു. ഇനി ഹെക്കേറ്റ് എന്ന ദേവതയുടെ കഥ കേൾക്കൂ. പുരാതന ഗ്രീസിലെ ഒരു രഹസ്യ ആരാധനാക്രമം. അവർ പറഞ്ഞു, നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിനു മുമ്പ് ഹെക്കേറ്റിനോട് പ്രാർത്ഥിക്കുക. പല്ലികളെ റെസിൻ, സാമ്പ്രാണി, മൈറ എന്നിവയുമായി കൂട്ടിയിളക്കുക. അർദ്ധചന്ദ്രന്റെ പ്രകാശത്തിൽ ഇത് ചെയ്യുക. എത്ര വിചിത്രമായ നിർദ്ദേശം അല്ലേ? എന്നാൽ ഇത് പിന്തുടർന്നവർക്ക് രോഗശാന്തി ലഭിച്ചതായി രേഖകളുണ്ട്. എന്തുകൊണ്ടാണ് ഇത് പ്രവർത്തിച്ചത്? കാരണം ഈ വിചിത്രമായ ചടങ്ങുകൾ അവരുടെ ഭാവനയെ ശക്തമായി ഉത്തേജിപ്പിച്ചു. അവരുടെ മനസ്സ് ഒരു പ്രത്യേക അവസ്ഥയിലെത്തി. ആ അവസ്ഥയിൽ അവർക്ക് എന്ത് നിർദ്ദേശം നൽകിയാലും അത് ഉപബോധ മനസ്സിലേക്ക് എളുപ്പത്തിലെത്തി. അവിടെ നിന്ന് രോഗശാന്തി ആരംഭിച്ചു. ഇതൊരു രഹസ്യമല്ല. നമ്മുടെ പൂർവികർ ഇത് നന്നായി അറിഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ ഇതിനെ മൈൻഡ് ബോഡി കണക്ഷൻ എന്ന് വിളിക്കുന്നു. എന്നാൽ അവർ അതിനെ മാന്ത്രികതയെന്നും ദൈവിക ഇടപെടലെന്നും വിളിച്ചു. യാഥാർത്ഥ്യം ഒന്നുതന്നെ, മനസ്സിന്റെ ശക്തി. ഇതാ ഒരു ചോദ്യം. നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? രോഗം ഭേദമാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ ശരീരത്തിന് സ്വയം സുഖപ്പെടാനുള്ള കഴിവുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ ഉത്തരം നിങ്ങളുടെ ആരോഗ്യത്തെ നിർണ്ണയിക്കുന്നു. ഇത് ശാസ്ത്രമാണ്. സൈക്കോന്യൂറോ ഇമ്മ്യൂണോളജി എന്ന ശാസ്ത്രശാഖ ഇത് തെളിയിച്ചിട്ടുണ്ട്. നമ്മുടെ ചിന്തകൾ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ ബാധിക്കുന്നു. പോസിറ്റീവ് ചിന്തകൾ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു. നെഗറ്റീവ് ചിന്തകൾ അതിനെ ദുർബലപ്പെടുത്തുന്നു. ഇത് വെറും വാക്കുകളല്ല, ഇത് നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു സത്യമാണ്. നമുക്ക് പുരാതന ഇന്ത്യയിലേക്ക് പോകാം. അവിടെ വേദങ്ങളിൽ മനസ്സിന്റെ ശക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. മന ഏവ മനുഷ്യാണാം കാരണം. മനസ്സാണ് മനുഷ്യന്റെ എല്ലാത്തിനും കാരണം. അത് രോഗത്തിനും കാരണമാകാം, രോഗശാന്തിക്കും. നമ്മുടെ ഋഷിമാർ ഇതറിഞ്ഞിരുന്നു. അവർ ധ്യാനവും പ്രാർത്ഥനയും നിർദ്ദേശിച്ചു. അതിലൂടെ മനസ്സിനെ ശുദ്ധീകരിക്കാമെന്ന് അവർ പഠിപ്പിച്ചു. ഇതുതന്നെയാണ് ഈജിപ്തിലെ പുരോഹിതന്മാരും ചെയ്തത്. അവർ രോഗികളെ ക്ഷേത്രത്തിൽ കൊണ്ടുവരും. അവരുടെ മനസ്സിനെ ഒരു പ്രത്യേക അവസ്ഥയിലെത്തിക്കും. അവർ പാട്ടുകൾ പാടും. അവർ ചടങ്ങുകൾ നടത്തും. ഇതെല്ലാം രോഗിയുടെ ഭാവനയെ ഉത്തേജിപ്പിക്കാനുള്ള ഉപാധികളായിരുന്നു. ഒരിക്കൽ മനസ്സ് ആ അവസ്ഥയിലെത്തിയാൽ രോഗശാന്തി സ്വയം സംഭവിക്കും. ചൈനയിൽ പുരാതന ഡോക്ടർമാർ വ്യത്യസ്തമായ ഒരു സമീപനം സ്വീകരിച്ചു. അവർ രോഗികളോട് പറഞ്ഞു, നിങ്ങളുടെ ഊർജം തടസ്സപ്പെട്ടിരിക്കുന്നു, ഞങ്ങളത് ശരിയാക്കും. അവർ അക്യുപങ്ചർ ചെയ്തു. അവർ ഔഷധങ്ങൾ നൽകി. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, അവർ രോഗിക്ക് ഒരു വിശ്വാസം നൽകി. നിങ്ങൾ സുഖം പ്രാപിക്കും. ആ വിശ്വാസമാണ് യഥാർത്ഥ മരുന്ന്. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഒരു അത്ഭുതകരമായ കാലഘട്ടത്തിലാണ്. ശാസ്ത്രം ഈ പുരാതന സത്യങ്ങളെ സ്ഥിരീകരിക്കുന്നു. എന്നാൽ നമ്മൾ പലപ്പോഴും ഈ ശക്തിയെ അവഗണിക്കുന്നു. നമ്മൾ ഗുളികകളെ ആശ്രയിക്കുന്നു. നമ്മൾ ബാഹ്യമായ പരിഹാരങ്ങൾ തേടുന്നു. എന്നാൽ യഥാർത്ഥ രോഗശാന്തി ഉള്ളിലാണ്. നിങ്ങളൊരു രോഗത്തെ അഭിമുഖീകരിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുക എന്നതാണ്. ഭയം രോഗത്തെ വഷളാക്കുന്നു. സമാധാനം രോഗശാന്തിക്ക് വഴിയൊരുക്കുന്നു. ഇത് ഒരു ലളിതമായ സത്യമാണ്. എങ്കിലും നമ്മൾ പലപ്പോഴും ഇത് മറക്കുന്നു. പുരാതന രോഗശാന്തി രീതികളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നു. അവയെല്ലാം മനസ്സിനെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. മരുന്നുകൾ ദ്വിതീയമായിരുന്നു. പ്രാഥമികം മനസ്സായിരുന്നു. കാരണം മനസ്സ് ശരിയായ അവസ്ഥയിലെത്തിയാൽ ശരീരം സ്വയം സുഖപ്പെടും. ഇതാണ് പ്രകൃതിയുടെ നിയമം. ഇന്ന് നമുക്ക് ഈ രഹസ്യം വീണ്ടും കണ്ടെത്താം.
നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാം. നമ്മുടെ ചിന്തകളെ നമുക്ക് രൂപപ്പെടുത്താം. രോഗശാന്തിക്കായി നമ്മുടെ ഉപബോധ മനസ്സിനെ ഉപയോഗിക്കാം. ഇതൊരു കലയാണ്, ഇതൊരു ശാസ്ത്രമാണ്, ഇതൊരു ജീവിത രീതിയാണ്. ഇനി നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ പരിശോധിക്കാം. ഉപബോധ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അതെങ്ങനെയാണ് നമ്മുടെ ശരീരവുമായി ആശയവിനിമയം നടത്തുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ചേക്കാം. നമ്മുടെ ഉപബോധ മനസ്സ് നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ഓരോ ചിന്തയും ഓരോ വികാരവും ശരീരത്തിലെ രാസപ്രവർത്തനങ്ങളെ ബാധിക്കുന്നു. നിങ്ങൾ സന്തോഷിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം എൻഡോർഫിനുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. നിങ്ങൾ ഭയപ്പെടുമ്പോൾ നിങ്ങളുടെ ശരീരം കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് ശാസ്ത്രീയ വസ്തുതയാണ്. ഇനി ഒരു ചിന്ത ചെയ്യുക. രോഗത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ശരീരം സമ്മർദ്ദത്തിലാകും, രോഗപ്രതിരോധം ദുർബലമാകും. എന്നാൽ രോഗശാന്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം വിശ്രമിക്കും, രോഗപ്രതിരോധം ശക്തമാകും. ഇത് ലളിതമാണ്, എന്നാൽ നമ്മൾ പലപ്പോഴും ഇത് ചെയ്യുന്നില്ല. നിങ്ങളുടെ മനസ്സിന്റെ ശക്തിയിൽ വിശ്വസിക്കുക. അതാണ് ആദ്യപടി. നിങ്ങളുടെ ശരീരത്തിന് സ്വയം സുഖപ്പെടാനുള്ള കഴിവുണ്ടെന്ന് വിശ്വസിക്കുക. ഇതൊരു ആത്മവിശ്വാസമാണ്, ഇതൊരു വിശ്വാസമാണ്. ഈ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തെ മാറ്റും. പുരാതന കാലത്ത് ഈ വിശ്വാസം അത്ര ശക്തമായിരുന്നു. രോഗികൾ പുരോഹിതന്മാരെ സമീപിച്ചു. അവർ പറഞ്ഞു, ഞാൻ സുഖം പ്രാപിക്കും. പുരോഹിതൻ പറഞ്ഞു, നീ സുഖം പ്രാപിക്കും. ഇത് കേട്ട് രോഗി സമാധാനിച്ചു. അവന്റെ മനസ്സ് ആ വാക്കുകൾ സ്വീകരിച്ചു. രോഗശാന്തി ആരംഭിച്ചു. ഇതൊരു അത്ഭുതമല്ല, ഇതൊരു പ്രക്രിയയാണ്. ഇനി നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. ലൂർദിലെ തീർത്ഥാടനം, മെക്സിക്കോയിലെ ഗ്വാഡലൂപ്പ്, ഇന്ത്യയിലെ വൈദ്യനാഥ ക്ഷേത്രം. ഇവിടെയെല്ലാം അത്ഭുതകരമായ രോഗശാന്തികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന് കാരണം വിശ്വാസമാണ്. ആളുകൾ അവിടെ വിശ്വാസത്തോടെ പോകുന്നു. അവരുടെ മനസ്സ് ആ വിശ്വാസത്താൽ നിറയുന്നു. രോഗശാന്തി സംഭവിക്കുന്നു. ഇതൊന്നും പുതിയതല്ല. ഇത് പുരാതന കാലം മുതൽ നിലവിലുണ്ട്. നമ്മുടെ പൂർവികർ ഇതറിഞ്ഞിരുന്നു. അവർ ഇത് പ്രയോഗിച്ചു. നമുക്കും ഇത് പ്രയോഗിക്കാം. നമുക്ക് നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിക്കാം. നമുക്ക് നമ്മുടെ ഉപബോധ മനസ്സിനെ നിയന്ത്രിക്കാം. ഇത് സാധ്യമാണ്. ഇത് ലളിതമാണ്. ഇത് പ്രായോഗികമാണ്. എങ്ങനെയാണിത് ചെയ്യുക? ആദ്യം നിങ്ങൾ വിശ്രമിക്കാൻ പഠിക്കണം. ധ്യാനം ഇതിന് സഹായിക്കും. ശ്വസന വ്യായാമങ്ങൾ സഹായിക്കും. ശാന്തമായ മനസ്സിൽ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകാം. ഞാൻ സുഖം പ്രാപിക്കുന്നു. എന്റെ ശരീരം ആരോഗ്യമുള്ളതാണ്. എന്റെ കോശങ്ങൾ പുനരുജ്ജീവിക്കുന്നു. ഇതുപോലുള്ള ആഫർമേഷനുകൾ ഉപബോധ മനസ്സിലേക്കെത്തും. അവിടെ നിന്ന് അവ പ്രവർത്തിക്കാൻ തുടങ്ങും. ഇത് എത്രത്തോളം ഫലപ്രദമാണ്? ഇത് നിങ്ങളുടെ വിശ്വാസത്തെ ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കാം. നിങ്ങൾ സംശയിക്കുകയാണെങ്കിൽ ഫലങ്ങൾ കുറവായിരിക്കും. ഇതാണ് പ്രധാന രഹസ്യം. വിശ്വാസം അതിന്റെ പൂർണ്ണതയിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ ആധുനിക ജീവിതത്തിൽ സമ്മർദ്ദം വളരെ കൂടുതലാണ്. ഇത് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നു. ഇത് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നു. രോഗങ്ങൾ വർദ്ധിക്കുന്നു. എന്നാൽ നമുക്കിത് മാറ്റാനാകും. നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാം. നമ്മുടെ ചിന്തകളെ പോസിറ്റീവാക്കാം. നമ്മുടെ ജീവിതത്തിൽ സന്തുലിതാവസ്ഥ കൊണ്ടുവരാം. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം പ്രതികരിക്കും. രോഗപ്രതിരോധം ശക്തമാകും. രോഗങ്ങൾ കുറയും. ആരോഗ്യം വർദ്ധിക്കും. ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. ഇത് അനുഭവിച്ചറിഞ്ഞതാണ്. ഇത് നമ്മുടെ അവകാശമാണ്. പുരാതന രോഗശാന്തി രീതികളിൽ മറ്റൊരു പ്രധാന ഘടകമുണ്ട്: സമൂഹം. ആളുകൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അവർ പരസ്പരം പിന്തുണച്ചു. ഈ കൂട്ടായ വിശ്വാസം രോഗശാന്തി പ്രക്രിയയെ ശക്തിപ്പെടുത്തി. ഇതും നമുക്ക് പ്രയോഗിക്കാം. നമ്മുടെ കുടുംബത്തോടും സുഹൃത്തുക്കളോടും നമ്മുടെ വിശ്വാസം പങ്കുവയ്ക്കാം. അവരുടെ പിന്തുണ നമുക്ക് ലഭിക്കും. ഇത് നമ്മുടെ രോഗശാന്തി വേഗത്തിലാക്കും. ഇപ്പോൾ നമുക്ക് ചില പ്രായോഗിക ടിപ്പുകൾ നോക്കാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം മനസ്സിനെ ശാന്തമാക്കുക. കുറച്ച് നിമിഷങ്ങൾ ധ്യാനിക്കുക. ഇന്ന് ഞാൻ ആരോഗ്യവാനാണ് എന്ന് പറയുക. ഇത് ആവർത്തിക്കുക. ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്കെത്തും. ദിവസം മുഴുവൻ ഇത് നിലനിർത്തുക. ഏത് സാഹചര്യത്തിലും നിങ്ങൾ ആരോഗ്യവാനാണെന്ന് ഓർക്കുക. ഇത് വളരെ ഫലപ്രദമാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ ഭക്ഷണത്തെ അനുഗ്രഹിക്കുക. ഈ ഭക്ഷണം എനിക്ക് ഊർജം നൽകും എന്ന് പറയുക. ഇത് നിങ്ങളുടെ ദഹനത്തെ മെച്ചപ്പെടുത്തും. ഉറങ്ങാൻ പോകുമ്പോൾ എന്റെ ശരീരം വിശ്രമിക്കുന്നു, എന്റെ കോശങ്ങൾ പുനരുജ്ജീവിക്കുന്നു എന്ന് പറയുക. ഇത് നിങ്ങളുടെ ഉറക്കത്തെ മെച്ചപ്പെടുത്തും. ഇത് ലളിതമായ കാര്യങ്ങളാണ്, എന്നാൽ ഇവയ്ക്ക് വലിയ പ്രഭാവമുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും രോഗമുണ്ടെങ്കിൽ അതിനെ അഭിമുഖീകരിക്കുക. എന്നാൽ ഭയപ്പെടരുത്. ഭയം രോഗത്തെ ശക്തിപ്പെടുത്തും. പകരം നിങ്ങളുടെ ശരീരത്തോട് സംസാരിക്കുക. ഞാൻ നിന്നെ സുഖപ്പെടുത്തും എന്ന് പറയുക. നിങ്ങളുടെ ശരീരം നിങ്ങളുടെ സുഹൃത്താണ്. അത് നിങ്ങളുടെ വാക്കുകൾ കേൾക്കും. അത് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കും. ഒരു പഠനം പറയുന്നു, രോഗികൾ അവരുടെ രോഗത്തെക്കുറിച്ച് പോസിറ്റീവായി ചിന്തിച്ചാൽ അവർ വേഗത്തിൽ സുഖം പ്രാപിക്കുന്നു. മറ്റൊരു പഠനം പറയുന്നു, സ്ട്രെസ് രോഗപ്രതിരോധത്തെ ദുർബലപ്പെടുത്തുന്നു. ഇതെല്ലാം നമ്മുടെ മനസ്സിന്റെ ശക്തിയെ സൂചിപ്പിക്കുന്നു. നമുക്ക് ഈ ശക്തി ഉപയോഗിക്കാം. ഇത് നമ്മുടെ നന്മയ്ക്കായി ഉപയോഗിക്കാം. ഇതാ ഒരു ചെറിയ കഥ. ഒരു മനുഷ്യന് ക്യാൻസർ ഉണ്ടായിരുന്നു. ഡോക്ടർമാർ അവനെ വിട്ടുപോയി.
എന്നാൽ അവൻ ധ്യാനിക്കാൻ തുടങ്ങി. അവൻ പോസിറ്റീവ് ചിന്തകൾ സ്വീകരിച്ചു. അവൻ സുഖം പ്രാപിക്കുമെന്ന് വിശ്വസിച്ചു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം അവന്റെ ക്യാൻസർ അപ്രത്യക്ഷമായി. ഡോക്ടർമാർ അത്ഭുതപ്പെട്ടു. ഇത് ഒരു അത്ഭുതമായിരുന്നോ, അതോ മനസ്സിന്റെ ശക്തിയായിരുന്നോ? ഉത്തരം വ്യക്തമാണ്. നമ്മുടെ മനസ്സിന് അതിശയകരമായ കഴിവുകളുണ്ട്. അത് നമ്മുടെ ശരീരത്തെ സുഖപ്പെടുത്തും. അത് നമ്മുടെ ജീവിതത്തെ മാറ്റും. അത് നമ്മെ സന്തോഷിപ്പിക്കും. എന്നാൽ ഇതിന് നമ്മുടെ സഹകരണം ആവശ്യമാണ്. നാം നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിക്കണം. നാം നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കണം. നാം വിശ്വാസത്തോടെ ജീവിക്കണം. ഇതൊരു യാത്രയാണ്. ഇതൊരു പ്രക്രിയയാണ്. ഇതിന് സമയമെടുക്കും. എന്നാൽ ഓരോ ചുവടും നിങ്ങളെ അടുപ്പിക്കും. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക്, ആരോഗ്യത്തിലേക്ക്, സന്തോഷത്തിലേക്ക്, വിജയത്തിലേക്ക്. നമുക്ക് പുരാതന കാലത്തെ രോഗശാന്തി രീതികളെക്കുറിച്ച് കൂടുതൽ പഠിക്കാം. ഗ്രീസിലെ ആസ്ക്ലീപ്പിയസ് ക്ഷേത്രങ്ങൾ പ്രശസ്തമായിരുന്നു. രോഗികൾ അവിടെ എത്തും. അവർ ക്ഷേത്രത്തിൽ ഉറങ്ങും. അവർക്ക് സ്വപ്നങ്ങൾ വരും. ഈ സ്വപ്നങ്ങളിൽ ദൈവം അവരെ സുഖപ്പെടുത്തും. പലരും സുഖം പ്രാപിച്ചു. ഇത് മനസ്സിന്റെ ശക്തിയുടെ മറ്റൊരു ഉദാഹരണമാണ്. ഈജിപ്തിൽ ഐസിസ് ദേവിയുടെ ക്ഷേത്രങ്ങളിൽ രോഗശാന്തി നടന്നു. പുരോഹിതന്മാർ മന്ത്രങ്ങൾ ചൊല്ലും. അവർ രോഗിയുടെ ശരീരത്തിൽ കൈവയ്ക്കും. രോഗി സുഖം പ്രാപിക്കും. ഇതും മനസ്സിന്റെ ശക്തി തന്നെ. ഇന്ത്യയിൽ പുരാതന ആയുർവേദത്തിൽ മനസ്സിന്റെ പ്രാധാന്യം വ്യക്തമാണ്. ചരകസംഹിതയിൽ പറയുന്നു, മനസ്സാണ് ശരീരത്തിന്റെ നിയന്ത്രണ കേന്ദ്രം. അതിനാൽ രോഗശാന്തിക്ക് മനസ്സിനെ ശമിപ്പിക്കണം. ധ്യാനം, യോഗ, പ്രാണായാമം എന്നിവ ഇതിന് സഹായിക്കും. ഇതെല്ലാം നമുക്ക് പ്രയോഗിക്കാം. നമ്മുടെ ദിനചര്യയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താം. രാവിലെ 5 മിനിറ്റ് ധ്യാനിക്കുക. ഉച്ചയ്ക്ക് 5 മിനിറ്റ് വിശ്രമിക്കുക. രാത്രി 5 മിനിറ്റ് നന്ദി പറയുക. ഇത് വളരെ ലളിതമാണ്. എന്നാൽ ഇത് വളരെ ഫലപ്രദമാണ്. ഓർക്കുക, നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയാണ്. അത് നിങ്ങളെ സുഖപ്പെടുത്തും. അത് നിങ്ങളെ ശക്തിപ്പെടുത്തും. അത് നിങ്ങളെ വിജയിപ്പിക്കും. എന്നാൽ നിങ്ങൾ അതിൽ വിശ്വസിക്കണം. നിങ്ങൾ അതിന് അവസരം നൽകണം. ഇനി നമുക്ക് മറ്റൊരു വശം നോക്കാം. പ്രാർത്ഥന. പുരാതന കാലത്ത് രോഗികൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവർ തങ്ങളുടെ രോഗം ദൈവത്തിന് സമർപ്പിച്ചു. ഇത് അവരുടെ മനസ്സിനെ ശാന്തമാക്കി. അവർക്ക് ആശ്വാസം ലഭിച്ചു. രോഗശാന്തി സംഭവിച്ചു. ഇത് വിശ്വാസത്തിന്റെ ശക്തിയാണ്. ഇന്ന് നമ്മൾ ശാസ്ത്രത്തെ കൂടുതൽ വിശ്വസിക്കുന്നു. എന്നാൽ ശാസ്ത്രവും മനസ്സിന്റെ ശക്തി അംഗീകരിക്കുന്നു. സൈക്കോന്യൂറോ ഇമ്മ്യൂണോളജി ഈ വിഷയത്തിൽ വളരെയധികം ഗവേഷണം നടത്തിയിട്ടുണ്ട്. നമ്മുടെ ചിന്തകൾ നമ്മുടെ രോഗപ്രതിരോധത്തെ ബാധിക്കുന്നു. ഇതിപ്പോൾ ശാസ്ത്രീയ വസ്തുതയാണ്. അതിനാൽ നമുക്ക് പുരാതനവും ആധുനികവും ഒരുമിപ്പിക്കാം. നമുക്ക് മനസ്സിന്റെ ശക്തി ഉപയോഗിക്കാം. നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാം. നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം. ഇത് നമ്മുടെ അവകാശമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് രോഗശാന്തി സാധ്യമാണ്. നിങ്ങളുടെ മനസ്സ് അത് ചെയ്യും. നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇത് വളരെ ലളിതമാണ്. ഇത് വളരെ പ്രാപഞ്ചികമാണ്. ഇത് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഇനി നമുക്ക് ചില പ്രധാന കാര്യങ്ങൾ സംഗ്രഹിക്കാം. 1. മനസ്സിന് രോഗശാന്തി ശക്തിയുണ്ട്. 2. വിശ്വാസം ഈ ശക്തിയെ സജീവമാക്കുന്നു. 3. ധ്യാനവും ആഫർമേഷനും ഇതിന് സഹായിക്കുന്നു. 4. പോസിറ്റീവ് ചിന്തകൾ രോഗപ്രതിരോധത്തെ ശക്തിപ്പെടുത്തുന്നു. 5. നമ്മൾ ഇത് പ്രായോഗികമായി ഉപയോഗിക്കണം. ഈ 5 കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക. നിങ്ങൾ അത്ഭുതങ്ങൾ കാണും. നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും. നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടും. നിങ്ങൾ സന്തോഷവാനാകും. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ മനസ്സ് ഒരു ഭീമാകാരമായ ശക്തിയാണ്. അത് ഉപയോഗിക്കുക. അതിനെ ബഹുമാനിക്കുക. അതിനോട് സഹകരിക്കുക. അപ്പോൾ ജീവിതം മാറും. ഈ വീഡിയോ കണ്ടതിനു ശേഷം നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പരിശീലിപ്പിക്കുമോ? നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ മാറ്റുമോ? നിങ്ങളുടെ ആരോഗ്യത്തിനായി നിങ്ങൾ പ്രവർത്തിക്കുമോ? ഇത് നിങ്ങളുടെ തീരുമാനമാണ്. ഓരോ നിമിഷവും നിങ്ങൾക്കൊരു തിരഞ്ഞെടുപ്പുണ്ട്. നിങ്ങൾക്ക് ഭയപ്പെടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം. നിങ്ങൾക്ക് സംശയിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ ജീവിതത്തെ നിർണ്ണയിക്കും. ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾ ശരിയായ തിരഞ്ഞെടുപ്പ് നടത്തും. നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ ശക്തി കണ്ടെത്തും. നിങ്ങൾ രോഗശാന്തി അനുഭവിക്കും. നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കും. ഇതാണ് എൻ്റെ ആഗ്രഹം. ഇതാണ് എൻ്റെ പ്രാർത്ഥന. നമുക്ക് പുരാതന ഗ്രീസിലേക്ക് തിരികെ പോകാം. അവിടുത്തെ തത്വചിന്തകൻ പ്ലേറ്റോ പറഞ്ഞു, മനസ്സാണ് എല്ലാത്തിൻ്റെയും കാരണം. അവൻ ശരിയായിരുന്നു. മനസ്സ് രോഗത്തിന് കാരണമാകും. മനസ്സ് രോഗശാന്തിക്കും കാരണമാകും. നമുക്ക് ഈ തത്വം മനസ്സിലാക്കാം. നമുക്ക് ഇത് ജീവിതത്തിൽ പ്രയോഗിക്കാം. അരിസ്റ്റോട്ടിൽ പറഞ്ഞു, ആത്മാവാണ് ശരീരത്തിന്റെ രൂപം. ഇതും ശരിയാണ്. നമ്മുടെ മനസ്സ് നമ്മുടെ ശരീരത്തെ രൂപപ്പെടുത്തുന്നു. നമ്മുടെ ചിന്തകൾ നമ്മുടെ കോശങ്ങളെ രൂപപ്പെടുത്തുന്നു. അതിനാൽ നമ്മുടെ ചിന്തകൾ ശ്രദ്ധിക്കുക. അവ ആരോഗ്യകരമായിരിക്കണം. ഹിപ്പോക്രാറ്റിസ്, വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ്, പറഞ്ഞു, രോഗശാന്തി എന്നത് മനസ്സിന്റെ പ്രവർത്തനമാണ്. അവൻ ഇത് 2000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു. ഇന്ന് ശാസ്ത്രം ഇത് സ്ഥിരീകരിക്കുന്നു. അതിനാൽ നമുക്ക് ഈ ജ്ഞാനം അംഗീകരിക്കാം. നമുക്ക് ഇത് പ്രയോഗിക്കാം. ഇപ്പോൾ നമ്മളൊരു പ്രധാന ചോദ്യത്തിലെത്തി.
എന്തുകൊണ്ടാണ് ചില ആളുകൾ സുഖം പ്രാപിക്കുന്നത്, മറ്റുള്ളവർ എന്തുകൊണ്ട് സുഖം പ്രാപിക്കുന്നില്ല? ഉത്തരം: അവരുടെ വിശ്വാസം. വിശ്വാസമുള്ളവർ സുഖം പ്രാപിക്കുന്നു, സംശയമുള്ളവർ സുഖം പ്രാപിക്കുന്നില്ല. ഇത് വളരെ ലളിതമാണ്. എന്നാൽ എങ്ങനെയാണ് വിശ്വാസം വർദ്ധിപ്പിക്കുക? അറിവിലൂടെ. നിങ്ങൾ കൂടുതൽ അറിയുമ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും. അതിനാലാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയത്. ഞാൻ നിങ്ങൾക്ക് അറിവ് നൽകുന്നു, അത് നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കും. അത് നിങ്ങളുടെ രോഗശാന്തി വേഗത്തിലാക്കും. ഇനി നമുക്ക് മറ്റൊരു പ്രധാന കാര്യം പറയാം. രോഗശാന്തി എല്ലായ്പ്പോഴും ഉടനടി സംഭവിക്കണമെന്നില്ല. ചിലപ്പോൾ അത് സമയമെടുക്കും. എന്നാൽ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണം. നിങ്ങളുടെ വിശ്വാസം നിലനിർത്തണം. നിങ്ങളുടെ മനസ്സ് പ്രവർത്തിക്കും. അത് നിങ്ങളെ സുഖപ്പെടുത്തും. വിശ്വസിക്കുക. പുരാതന രോഗശാന്തി രീതികളിലെ മറ്റൊരു ഘടകം സമർപ്പണം. രോഗികൾ തങ്ങളെ ദൈവത്തിന് സമർപ്പിച്ചു. എന്തു സംഭവിച്ചാലും അത് നന്മയ്ക്കാണ് എന്ന് അവർ വിശ്വസിച്ചു. ഈ സമർപ്പണം അവരുടെ മനസ്സിനെ ശാന്തമാക്കി. രോഗശാന്തി സാധ്യമായി. നമുക്കും ഇത് ചെയ്യാം. നമ്മുടെ രോഗം പ്രപഞ്ചത്തിന് സമർപ്പിക്കാം. എന്ത് സംഭവിച്ചാലും അതെന്റെ നന്മയ്ക്കാണ് എന്ന് വിശ്വസിക്കാം. ഇത് വളരെ ശക്തമായ ഒരു മാനസികാവസ്ഥയാണ്. ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ സ്വതന്ത്രമാക്കുന്നു. അത് പിന്നീട് രോഗശാന്തി പ്രക്രിയ ആരംഭിക്കും. നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ബാക്കിയുള്ളത് പ്രപഞ്ചം ചെയ്യും. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് അത്ഭുതങ്ങൾ അനുഭവിക്കാം. നിങ്ങളുടെ മനസ്സ് അത് സാധ്യമാക്കും. ഇതെന്റെ അനുഭവമാണ്. ഇതെന്റെ അറിവാണ്. ഇതെന്റെ സത്യമാണ്. ഇനി നമുക്ക് നമ്മുടെ യാത്ര അവസാനിപ്പിക്കാം. എന്നാൽ നിങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഇത് ആരംഭം മാത്രമാണ്. നിങ്ങളിപ്പോൾ ഒരു പുതിയ പാതയിലാണ്. മനസ്സിന്റെ ശക്തിയുടെ പാത. ഈ പാതയിൽ മുന്നോട്ടു പോകുക. വിശ്വാസത്തോടെ മുന്നോട്ടു പോകുക. ആരോഗ്യത്തോടെ മുന്നോട്ടു പോകുക. ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നെങ്കിൽ ദയവായി പങ്കുവെക്കുക. ഇത് മറ്റുള്ളവർക്കും ഉപകാരപ്രദമാകും. കൂടാതെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അറിവിനായി, കൂടുതൽ പ്രചോദനത്തിനായി. ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയാണ്. അതുപയോഗിക്കുക. അതിനെ പരിപാലിക്കുക. അതിനെ ബഹുമാനിക്കുക. അപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കും. നന്ദി. ആരോഗ്യത്തോടെ ഇരിക്കുക. സന്തോഷത്തോടെ ഇരിക്കുക. വിശ്വാസത്തോടെ ഇരിക്കുക. ഇതാ നിങ്ങളുടെ അത്ഭുതകരമായ മനസ്സ്. ഇത് നിങ്ങളുടെ രോഗശാന്തിയുടെ ഉറവിടമാണ്. ഇത് നിങ്ങളുടെ സന്തോഷത്തിന്റെ ഉറവിടമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഉറവിടമാണ്. ഇതിനെ സ്നേഹിക്കുക. ഇതിനെ പരിപാലിക്കുക. ഇത് നിങ്ങളെ പരിപാലിക്കും. ശുഭം.